തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശ്വരേറ്റം സ്നേഹമുള്ള സഹോദരരെ, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായം 20 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നു. മരുഭൂമിയിൽ വെച്ച് ജനത്തിൻ്റെ മേൽ മഹാമാരി പടർന്നു പിടിച്ചു. എന്നാൽ ക്രോധം നീണ്ടു നിന്നില്ല. പെട്ടെന്ന് നിഷ്കളങ്കനായൊരു ധീരനായകൻ അവരുടെ രക്ഷയ്ക്കെത്തി. തൻ്റെ ശുശ്രൂഷയുടെ പരിചയമായ പ്രാർത്ഥനയും പാവപരിഹാരത്തിൻ്റെ ധൂപാർച്ചനയും കയ്യിലെടുത്ത് അങ്ങയുടെ കോപം ശമിപ്പിക്കുകയും വിനാശത്തിന് അറുതി വരുത്തുകയും ചെയ്ത് താൻ അങ്ങയുടെ ദാസനെന്ന് തെളിയിച്ചു. അവൻ ക്രോധത്തെ ശമിപ്പിച്ചത് കായബലത്താലോ ആയുധശക്തിയാലോ അല്ല, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാനവും ഉടമ്പടിയും അനുസ്മരിപ്പിച്ച് തൻ്റെ വചനത്താൽ അവൻ ശിക്ഷകനെ ശാന്തനാക്കി. മൃതദേഹങ്ങൾ ഒന്നിനുമേൽ ഒന്നായി കുന്നുകൂടിയപ്പോൾ അവൻ ഇടപെട്ട് ക്രോധത്തെ ജീവിക്കുന്നവരിലേക്ക് കടക്കാതെ തടഞ്ഞു. അവൻ അണിഞ്ഞിരുന്ന മേലങ്കിയിൽ ലോകത്തെ മുഴുവൻ ചിത്രണം ചെയ്തിരുന്നു. 4 രത്നനിരകളിലും പിതാക്കന്മാരുടെ മഹിമകളും കിരീടത്തിൽ അങ്ങയുടെ മഹത്വവും ആലേഖനം ചെയ്തിരുന്നു. വിനാശകൻ ഇത് കണ്ട് ഭയന്ന് പിൻവാങ്ങി. ജ്ഞാനത്തിൻ്റെ പുസ്തകം, അതിൻ്റെ ഗ്രന്ഥകർത്താവ് സോളമനാണ് എന്നാണ് പരമ്പരാഗതമായിട്ട് കരുതപ്പെടുന്നത്. സോളമൻ ജ്ഞാനം നിറഞ്ഞ വ്യക്തി. തൻ്റെ ദൈവിക ജ്ഞാനത്തിൽ കഴിഞ്ഞു പോയ നൂറ്റാണ്ടുകളിലേക്ക് നോക്കി തൻ്റെ ജനത്തിൻ്റെ ചരിത്രത്തിലെ പല പല സംഭവങ്ങളെ അദ്ദേഹം ദൈവത്തിൻ്റെ മുമ്പിൽ അയവിറക്കുകയാണ്, ധ്യാനിച്ചെടുക്കുകയാണ്. അപ്പോൾ മരുഭൂമിയിലെ യാത്രക്കിടയിലുണ്ടായ ഒരു വിനാശത്തിൻ്റെ അനുഭവം, പാപം ചെയ്യുക വഴി ജനത്തിൻ്റെ മേൽ വലിയ മഹാമാരി പടർന്നു പിടിച്ചിട്ട് അനേകർ മരിച്ചു വീഴാൻ ഇടവന്ന സംഭവം, അതെങ്ങനെയാണ് പരിഹരിച്ച് മുന്നേറാനായിട്ട് അന്ന് ആ ജനത്തിന് സാധിച്ചത് എന്നതിനെപ്പറ്റി സോളമൻ ദൈവിക ജ്ഞാനത്തിൽ ഇവിടെ പങ്കുവെക്കുകയാണ്. ഇവിടെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ധീര നായകനെ പറ്റി പറഞ്ഞിരിക്കുന്നു. അത് അഹ്റോൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ചാണ്. മഹാമാരി പടർന്നു പിടിച്ച് അനേകർ നീതിമാന്മാർ ഉൾപ്പെടെ മരിച്ചു വീഴുമ്പോൾ ഈ അഹ്റോൻ തൻ്റെ ശുശ്രൂഷയുടെ ശക്തമായ ഒരു ദൗത്യം തിരിച്ചറിഞ്ഞ് അത് നിറവേറ്റുകയാണ്. പല കാര്യങ്ങൾ അഹ്റോൻ്റെ ശുശ്രൂഷയെപ്പറ്റി ഇവിടെ പറയുന്നുണ്ട്. ശുശ്രൂഷയുടെ പരിചയമായ പ്രാർത്ഥന, പാവപരിഹാരത്തിൻ്റെ ധൂപാർച്ചന കയ്യിലെടുത്തുകൊണ്ട് വചനത്തിൻ്റെ കരുത്തിനാൽ വചനത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഈ മഹാമാരിയെ തടഞ്ഞു. അനേകർ മരിച്ചു വീണു, പക്ഷേ അത് പടർന്ന് അനേകരിലേക്ക് കടന്ന് കയറാതെ തടഞ്ഞു നിർത്തുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഈ ഒരു സംഭവം നമ്മളിപ്പോൾ ഇന്നിവിടെ ധ്യാനിക്കുമ്പോൾ അതിൻ്റെ ഒരു കാര്യം നമ്മളിന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയാണ്. 24-ാമത്തെ തിരുവചനത്തിൽ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 18:24 ഈ അഹ്റോൻ്റെ ഈ ശുശ്രൂഷയെപ്പറ്റി നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം അണിഞ്ഞിരുന്ന തിരുവസ്ത്രത്തെക്കുറിച്ച് ഒരു പ്രത്യേക പരാമർശനമുണ്ട്. അവൻ അണിഞ്ഞിരുന്ന മേലങ്കിയിൽ ലോകത്തെ മുഴുവനും ചിത്രണം ചെയ്തിരുന്നു. 1. രണ്ടാമത്, 4 രത്നനിരകളിലും പിതാക്കന്മാരുടെ മഹിമകൾ ആലേഖനം ചെയ്തിരുന്നു. 3. കിരീടത്തിൽ അങ്ങയുടെ ദൈവത്തിൻ്റെ മഹത്വവും ആലേഖനം ചെയ്തിരുന്നു. ഇങ്ങനത്തെ ഒരു വസ്ത്ര സംവിധാനം, കിരീടവും തിരുവസ്ത്രവും, അതിൽ കുറേയേറെ അടയാളങ്ങളുണ്ടായിരുന്നു, വിശുദ്ധ കാര്യങ്ങൾ ചിത്രണം ചെയ്തിരുന്നു. അങ്ങനത്തെ ഒരു പ്രത്യേക വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അഹ്റോൻ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങിയത് എന്ന് നമ്മൾ വായിക്കുകയാണ്.
അതിന് ബാക്കിയായിട്ട് 25-ാം വാക്യത്തിൽ അതിനെ സമാപിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, വിനാശകൻ ഇത് കണ്ട് ഭയന്ന് പിൻവാങ്ങി. അഹറോൻ്റെ ശുശ്രൂഷയിൽ അദ്ദേഹം ഉപയോഗിച്ച ആ വിശുദ്ധ വസ്ത്രങ്ങളിലെ വിശുദ്ധമായ അടയാളങ്ങൾ കണ്ട് വിനാശകൻ ഭയന്ന് പിൻവാങ്ങി എന്ന് നമ്മൾ വായിക്കുകയാണ്. ഒല്ലൂരത്തെ വിശുദ്ധ എഫ്രാസ്യാമ്മയുടെ ലിഖിതങ്ങൾ നമ്മൾ പലപ്പോഴും ചിന്താവിഷയമാക്കുന്നുണ്ടല്ലോ. നമ്മുടെ തന്നെ നാട്ടുകാരിയായ, നമ്മുടെ തന്നെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, സ്വർഗത്തിലിപ്പോൾ ദൈവത്തോടൊപ്പമായിരിക്കുന്ന ആ വിശുദ്ധ സഹോദരിയുടെ ജീവിതത്തിൻ്റെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അനേകം അവരുടെ കത്തുകളിൽ അവർ പങ്കുവെക്കുന്നുണ്ട്. എഫ്രാസ്യാമ്മയുടെ ലിഖിതങ്ങൾ എന്നുള്ള പുസ്തകം നമുക്ക് പരിചിതമാണ്. 79 കത്തുകൾ തൻ്റെ ആത്മീയ പിതാവിന് അവർ എഴുതിയത്. അതിനകത്ത് തൻ്റെ ആത്മീയ രഹസ്യങ്ങൾ പലത് പങ്കുവെക്കുമ്പോൾ ദൈവ അനുഭവങ്ങളും വിശുദ്ധരുമായുള്ള കൂട്ടായ്മയും ശുദ്ധിരാലുമാക്കൾ പ്രാർത്ഥിക്കാൻ വരുന്ന ഒത്തിരി പ്രാർത്ഥന ചോദിച്ചു വരുന്ന സംഭവങ്ങളൊക്കെ അതിനകത്തുണ്ട്, നമുക്കറിയാം. അതിനൊപ്പം പൈശാചികമായ ഉപദ്രവങ്ങളെ എഫ്രാസ്യാമ്മ മറികടക്കുന്ന പല പല സംഭവങ്ങളുണ്ട്. ഏതാനും എണ്ണമൊക്കെ നമ്മൾ കഴിഞ്ഞു പോയ നാളുകളിൽ ഈ സെഷനിൽ ചിന്തിച്ചതാണ്. ഇവിടെ നമ്മൾ ഇന്ന് 29-ാം നമ്പറായുള്ള കത്തിൽ എഫ്രാസ്യാമ്മ പറയുന്ന ആയ ഒരു സംഭവം, ഒരു ചെറിയ സംഭവ വിവരണമാണ്, നമ്മളത് ശ്രദ്ധിക്കുകയാണ്. ഈ കത്ത് 1904 ഫെബ്രുവരി 16-ാം തീയതി എഴുതിയൊരു കത്താണ്. പ്രിയ പിതാവേ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയും പകലും കുറേ അട്ടഹാസവും തിരക്കും ഇടിയും ദൂഷണവും ഉണ്ടായിരുന്നു. കുറേ വ്യസനവും എനിക്ക് തോന്നി. അപ്പോൾ ആ ദിവസങ്ങളിൽ പിശാചുക്കൾ എഫ്രാസ്യാമ്മ ഇങ്ങനെ ഇട്ട് ഞെരുക്കുന്ന അനുഭവം പങ്കുവെക്കുമ്പോൾ അത് ചുരുങ്ങിയ വാക്കുകളിൽ എഫ്രാസ്യാമ്മ എഴുതുന്നതാണിത്. രാത്രിയും പകലും അട്ടഹാസവും തിരക്കും, ആൾക്കൂട്ടത്തിൻ്റെ ബഹളം പോലെ, ഇടിയും, വാതിലിനിട്ട് കതകിനിട്ട് ഇടിയും തൊഴിയും, ദൂഷണവും ചീത്ത വിളിക്കലും, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. കുറേ വ്യസനവും എനിക്ക് തോന്നി. വാതിലിന്മേൽ ശക്തിയുള്ള ഇടിയെ നിർത്തുന്നതിന് പരിശുദ്ധ അമ്മ തന്നെ സഹായിക്കട്ടെ എന്ന് ഉറച്ചുകൊണ്ട് എൻ്റെ അമ്മയുടെ രൂപം വാതിലിന്മേൽ പതിപ്പിച്ച് ഒട്ടിച്ചു വെച്ചു. പിന്നെ വാതിലിന്മേൽ തൊട്ടിട്ടില്ല പിശാചുക്കൾ. അതോടെ അധികം അരിശം കൊണ്ട് അലർച്ചയോടെ ഞങ്ങളുടെ ശത്രുവായ മറിയത്തെ ഈ വാതിലിന്മേൽ ആണിയായി തറച്ചിരിക്കുന്നു. പിശാചുക്കൾ പറയുകയാണ്, ആ ദുഷ്ടത്തെ ഞങ്ങൾക്ക് വാതിലിന്മേൽ തൊടുവാൻ കൂടെയും പാടില്ലാതെ ആക്കിയല്ലോ. പിന്നെ പല ദൂഷണങ്ങളും പറഞ്ഞുകൊണ്ട് കോറിഡോറിലും വരാന്തയിലും ജനാലയ്ക്കിലും വളരെ നേരം കഴിച്ച് പോയിരിക്കുന്നു ഈ പിശാചുക്കൾ. അപ്പോൾ എഫ്രാസ്യാമ്മ പിശാചുക്കളുടെ ശല്യത്തെ ഒഴിവാക്കാനായിട്ട് ഉപയോഗിച്ച ഒരു മാർഗം ഇവിടെ നമ്മൾ കാണുകയാണ്. പരിശുദ്ധ അമ്മയുടെ ചിത്രം തൻ്റെ മുറിയുടെ കതകിന്മേൽ പതിപ്പിച്ചു. ഒരു പക്ഷേ കതകിൻ്റെ അകത്തായിരിക്കാം. അപ്പോൾ ആ കതകിൻ്റെ പുറത്ത് വന്ന് പിശാചുക്കൾ ഇങ്ങനെ ഇടിച്ചും ചവിട്ടിയും അസ്വസ്ഥപ്പെടുത്തി ശല്യമുണ്ടാക്കുന്ന, ബഹളമുണ്ടാക്കുന്ന അനേക അനുഭവം ആ ദിവസങ്ങളിലുണ്ട്. ഇപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പിശാചുക്കൾ പറയുകയാണ്, ആ വാതിലുമേൽ പിന്നെ അവർക്ക് ഇടിക്കാൻ പറ്റുന്നില്ല, തൊഴിക്കാൻ പറ്റുന്നില്ല. അവർ പറയുന്നത്, ഞങ്ങളുടെ ശത്രുവായ മറിയത്തെ ഈ വാതിലിന്മേൽ ആണിയായി തറച്ചിരിക്കുന്നു. ആണി ഇങ്ങനെ തറച്ച് വെച്ചിരിക്കുകയാണ് പുറത്തോട്ട്. അതിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ അടിക്കുന്ന ആളുടെ കൈ മുറിയും, കയ്യിൽ ആണി കൊള്ളും, അവിടെ തൊടാൻ പറ്റുകയില്ല, ഉള്ളുവേലി വെച്ച പോലെ ആയിപ്പോയി. അപ്പം ശത്രുവായ മറിയത്തെ നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യത്തെ പാപം ഉണ്ടായി കഴിയുമ്പോൾ 3-ാമത്തെ അധ്യായത്തിൽ തമ്പുരാൻ ഈ ശത്രുതയെപ്പറ്റി പറയുന്നുണ്ട്. പിശാചുക്കളുടെ 1-ാമത്തെ ശത്രു മറിയം തന്നെയാണ്. ഉൽപ്പത്തി 3:15 തിരുവചനം പിശാചിനോട് തമ്പുരാൻ പറയുന്നു, നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. നീയും സ്ത്രീയും തമ്മിലും. സ്ത്രീ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെ ഹൗവ ഉണ്ട്. പക്ഷേ സ്ത്രീ എന്ന വാക്ക് ഈശോ പറയുന്നില്ലേ, സ്ത്രീയെ എനിക്ക് നിനക്ക് ബന്ധം, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറയുന്നു. അപ്പോൾ സ്ത്രീ എന്ന് ഉള്ള പ്രയോഗം മാതാവിലേക്ക് പ്രത്യേകമായൊരു സൂചന, അർത്ഥം ഉള്ളതാണ്. അപ്പോൾ സ്ത്രീയും നീയും തമ്മിൽ ശത്രുത. അവനോട് പിശാചുക്കൾ പറയുന്നത് ഞങ്ങളുടെ ശത്രുവായ മറിയത്തെ. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് വലിയ കരുത്താണ് പിശാചുക്കൾക്കെതിരെ പോരാട്ടത്തിൽ എന്ന് നമ്മൾ ഒരിക്കൽ കൂടി അത് ബോധ്യപ്പെട്ടെടുക്കുകയാണ്.
ഇവിടെ എപ്രാസ്യമ്മ ചെയ്യുന്നത് ഈ അമ്മയുടെ ഒരു ചിത്രം കതകിൻ്റെ മേലെ ഒട്ടിക്കുകയാണ്. അമ്മയുടെ സഹായം നമുക്ക് തേടാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ജപമാല ഏറ്റവും അധികമായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അമ്മയെ സ്വർഗം സംബോധന ചെയ്തതായി ഗബ്രിയേൽ വഴിയുള്ള വാക്കുകൾ, എലിസബത്ത് അമ്മയെ സംബോധന ചെയ്ത വാക്കുകൾ, ഇതൊക്കെ കോർത്തിണക്കി വെച്ചിട്ട് അപ്പോൾ സ്വർഗവും ഭൂമിയും അമ്മയിലെ കൃപയെ, ദൈവസാന്നിധ്യത്തെ വാഴ്ത്തുന്നത് നമ്മൾ ഏറ്റുപറയുകയാണ്. അമ്മയിലെ ദൈവകൃപ വാഴ്ത്തുമ്പോൾ അത് പിശാചിൻ്റെ പരാജയത്തിൻ്റെ മണിയടിക്കലാണ്, മുന്നോടിയാണ്. കാരണം ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം അമ്മയിലുണ്ട്, അതാണ് ഗബ്രിയേൽ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറിയത്തെ പിശാചിന് പേടിയായിരിക്കുന്നത്. മറിയത്തിൻ്റെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. പരിശുദ്ധാത്മാവ് ഉടമയിൽ വന്ന് നിറയുകയാണ്. അപ്പോൾ സ്വർഗം അമ്മയെ നോക്കി അഭിവാദനം പറയുന്നു. പിന്നീട് എലിസബത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എലിസബത്ത് അഭിവാദനം പറയുന്നു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം. ഈ കാര്യങ്ങളെല്ലാം കോർത്തിണക്കിയുള്ള നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന അത് ചൊല്ലിയിട്ട് നമ്മൾ അമ്മയുടെ സഹായം എപ്പോഴും നമ്മുടെ മരണസമയം വരും പ്രത്യേകിച്ച് നമ്മൾ ചോദിക്കുന്നു. മനോഹരമായ ആ കൊച്ചു പ്രാർത്ഥന അത് ചൊല്ലിക്കൊണ്ട് നമുക്ക് ജപമാലയിലൂടെ അമ്മയുടെ സഹായം എടുക്കാൻ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളത് ഒരിക്കലും വിട്ട് കളയരുത്. നമ്മളത് ആഴപ്പെടുത്തി എടുക്കണം. കൂടുതൽ ബോധ്യത്തോടെ അമ്മയുള്ള സ്നേഹത്തോടുകൂടെ ചൊല്ലാനായിട്ട്. ഒരിക്കൽ ഒരു വ്യക്തി ഒരു ധ്യാനം കൂടുമ്പോൾ വ്യക്തിപരമായ പങ്കുവെക്കലിനായിട്ട് പ്രാർത്ഥനാ സെഷന് വേണ്ടിയിട്ട് ഒരു സഹോദരിയുടെ പക്കൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചപ്പോൾ ആ പ്രാർത്ഥിക്കുന്ന സഹോദരി ഇങ്ങോട്ട് ചോദിച്ചു, ജപമാല ചൊല്ലുന്നതിൽ വീഴ്ച വരുന്നുണ്ട് അല്ലേ? അപ്പോൾ പ്രാർത്ഥന സ്വീകരിക്കാനിരിക്കുന്ന ഈ സഹോദരൻ പറഞ്ഞു, ഞാൻ ജപമാല ചൊല്ലുന്നുണ്ട്, എല്ലാ ദിവസവും ഒരു മുഴുവൻ കൊണ്ട് ചൊല്ലുന്നുണ്ട്. അപ്പോൾ ജപമാലയ്ക്ക് വീഴ്ച വരുന്നുണ്ടെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ആ സഹോദരി വീണ്ടും പറഞ്ഞു, ജപമാല മുടക്കുന്നുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ജപമാല ചൊല്ലുന്നതിൽ വീഴ്ച വരുന്നുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഈ സഹോദരി പറഞ്ഞു, ഈശോ എനിക്ക് കാണിച്ചു തരുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ജപമാല അതിൻ്റെ പല ഈ മണികളും ഇല്ല. പല ദശകങ്ങളിലും കുറേ മണികളില്ല. 2, 3, 4, 5 ഒക്കെ ഓരോ ദശകത്തിനകത്തുള്ളൂ. അങ്ങനത്തെ ഒരു കൊന്ത എനിക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതുവഴി ഈശോ പറയുന്നത് ജപമാല ചൊല്ലുമ്പോൾ അശ്രദ്ധ വരുന്നു. പല കുരുക്കളും മണികളും നന്മ നിറഞ്ഞവരും ചൊല്ലുമ്പം അശ്രദ്ധമായിട്ടാണ് ചൊല്ലുന്നത്. നമ്മുടെ പ്രാർത്ഥനയായിട്ടത് എത്തുന്നില്ല. അതാണ് വീഴ്ച വരുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു വീഴ്ച നമ്മൾ ഒഴിവാക്കിയെടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഗുണപരമായിട്ട് മെച്ചപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമുക്കറിയാം പദ്രബിയോ ഒക്കെ ഒരു ദിവസം 40 ജപമാല വരെ ചൊല്ലിരുന്ന് പറയുന്നു. ആ ജപമാലയുടെ പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിവെക്കുന്ന സമയവും നമ്മൾ വർദ്ധിപ്പിക്കണം. 1 മുഴുവൻ കൊന്ത, 2 മുഴുവൻ കൊന്ത, അങ്ങനെയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട്. ഒരിക്കലൊരു സഹോദരി പറഞ്ഞു, അവരുടെ 50ാം ജന്മദിനത്തിൻ്റെ ദിവസത്തിൽ 50 ജപമാല ചൊല്ലി അമ്മയുടെ കരങ്ങളിൽ തന്നെ നേയിപ്പിച്ചു കൊടുത്തു വന്നു. നമുക്ക് അങ്ങനത്തെ ചില ആത്മീയ പ്രചോദനങ്ങളൊക്കെ തിരിച്ചറിയാനും എടുക്കാനൊക്കെ സാധിക്കണം. അപ്പം അങ്ങനെ നമുക്ക് അമ്മയുടെ കൈക്ക് മുറുക്കെ പിടിക്കാനായിട്ട് പറ്റും. അതോടൊപ്പം ഇവിടെ എപ്രാസ്യാമ്മ ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അമ്മയുടെ ചിത്രം തൻ്റെ മുറിയിൽ ഉപയോഗിക്കുന്നു. അമ്മയുടെ ചിത്രം കതകിൻ്റെ മേൽ പതിച്ചു വെക്കുമ്പോൾ പിശാചുക്കളുടെ ഇടപെടൽ അവിടെ നിന്ന് മാറുകയാണ്. എപ്രാസ്യാമ്മയ്ക്ക് ദർശനപരവും ആത്മീയ തലങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവും ഗിഫ്റ്റും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് പിശാചുക്കൾ ചവിട്ടി തൊഴിക്കുന്നതും പടം ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ തൊഴിക്കാതെ മാറിപ്പോകുന്നതും അതുങ്ങൾ നിസ്സഹായപ്പെട്ട് അലറി പിടിച്ച് പറയുന്നത് എപ്രാസ്യാമ്മയ്ക്ക് കേൾക്കാൻ സാധിച്ചു. ആണിയായിട്ട് ഞങ്ങളെ വെച്ചിരിക്കുകയാണ് ഞങ്ങളുടെ ശത്രുവായ മറിയത്തെ. അത് എപ്രാസ്യാമ്മയ്ക്ക് കേൾക്കാൻ സാധിച്ചു. അവരെഴുതി വെച്ചിരിക്കുകയാണ്, നമുക്കതുകൊണ്ട് കിട്ടുകയാണ്. വിശുദ്ധ അമ്മയുടെ ഒരു ചിത്രം നമ്മൾ നമ്മുടെ മുറിയിൽ, നമ്മുടെ ഭവനത്തിൽ വയ്ക്കുമ്പോൾ അവിടെ ഇത് തന്നെ സംഭവിക്കുന്നുണ്ട്. പൈശാചികമായ അരൂപികരുടെ കടന്നുകയറ്റവും ഇടപെടലും ഉപദ്രവിക്കാനുള്ള പരിശ്രമങ്ങളും ഒക്കെ ദൂരീകരിക്കാനായിട്ട് ഒരു ചിത്രം അമ്മയുടെ ഇതുപോലെ വെക്കുമ്പോൾ സാധിക്കുന്നു. ഞാൻ എൻ്റെ ശുശ്രൂഷ അനുഭവങ്ങളിൽ കണ്ട 1-2 കാര്യങ്ങൾ പങ്കുവെക്കുകയാണ് ഇവിടെ. ഒരു പെൺകുട്ടിയെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്ന് അപ്പോൾ കുറേ ദിവസങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ആ കുട്ടിയുടെ അപ്പന് കൂടെയുണ്ട്, മറ്റ് എല്ലാ സഹോദരിമാരെ പ്രാർത്ഥിക്കാൻ സഹായിക്കാനായിട്ട് കൂടെയുണ്ട്. അങ്ങനെയുള്ള ഒരു ഏതാനും ദിവസം ദീർഘിച്ച ആ പ്രാർത്ഥനയുടെ ഒരു ആരംഭഘട്ടത്തിൽ എനിക്ക് ഇങ്ങനെയുള്ള ആത്മീയ ശുശ്രൂഷ അനുഭവങ്ങൾ അധികം ഒന്നും ഉണ്ടാകുന്നതിന് മുമ്പുള്ളൊരു അവസരമാണത്.
അപ്പം ഒരു ദിവസം ഞങ്ങൾ കുറച്ച് പേർ ഒരുമിച്ചിരുന്ന് ഈ സഹോദരിക്ക് വേണ്ടി, പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർ കുറേ വയലൻ്റായിരുന്നു. ആ വയലൻ്റായ അവസ്ഥയൊക്കെ ഒതുങ്ങി ശാന്തമായിട്ട് ഇങ്ങനെ മയങ്ങിക്കിടക്കുകയാണ്. 2 മണിക്കൂറോളം പ്രാർത്ഥന സമയമെടുത്തു. അപ്പോൾ ഞങ്ങൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ചെറിയ ഇടവേള എടുക്കാനായിട്ട് തീരുമാനിച്ച് അവിടെ മയങ്ങിക്കിടക്കുന്ന കൊച്ച് അപ്പനെ അവളുടെ അടുത്ത് കാവലായിട്ട് ഇരുത്തിയിട്ട് ഞങ്ങളെല്ലാവരും എണീറ്റ് പോയി. തിരിച്ച് വീണ്ടും വരുന്നതിന് മുമ്പുള്ളൊരു ഇടസമയത്ത് ഞാൻ ആ ഭാഗത്തോട് വീണ്ടും വന്നപ്പോൾ ഈ അപ്പൻ എന്നെ ഇങ്ങനെ മൗനം സ്വരം കേൾപ്പിക്കാതെ കൈ കാണിച്ച് വിളിച്ചു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നു. അപ്പോൾ അപ്പന് അങ്ങി കാണിച്ചിട്ട് ഒരു കാര്യം എന്നോട് ശ്രദ്ധിക്കാനായിട്ട് ഇങ്ങനെ അവസരമുണ്ടാക്കുകയാണ്. അവിടെ അപ്പുറത്ത് കിടന്ന് അവിടെ ആ മുറിയിൽ വെച്ചിരുന്ന ഒരു പരിശുദ്ധ അമ്മയുടെ ചെറിയൊരു ചിത്രം, ഒരു ലാമിനേറ്റ് ചെയ്ത ഒരു ഫ്രെയിം, അമ്മയുടെ ഒരു പടമുണ്ട്. ആ പടം ആ മുറിയിലുണ്ടായിരുന്നതാണ്. ഈ പടം ഈ അപ്പൻ എടുത്തിട്ട് ഈ മയങ്ങി ഇങ്ങനെ കണ്ണടച്ച് കിടക്കുന്ന ഈ തൻ്റെ മകൾ 14 വയസ്സുള്ള പെൺകുട്ടിയാണ്, അവളുടെ മുഖത്തിൻ്റെ നേർക്ക് ഇങ്ങനെ ഈ പടം ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഞാനത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഈ പടം അവളുടെ മുഖത്തിന് നേർക്ക് ഇങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവരുമ്പോൾ ഉറങ്ങി കണ്ണടച്ച്, ഉറക്കമല്ല ബോധം മറഞ്ഞ അവസ്ഥയിൽ പൈശാചിക സ്വാധീനത്തിൽ പെൺകുട്ടി കിടക്കുകയാണ്. ഈ പടം അവളുടെ മുഖത്തോട്ട് വന്നപ്പോൾ അവൾ പെട്ടെന്ന് മുഖം മറുവശത്തേക്ക് വെട്ടിച്ച് തിരിച്ചു. ഉടനെ അപ്പൻ ഈ പടം മറുവശത്തേക്ക് കൊണ്ടുവന്നു, അവൾ ഇങ്ങോട്ട് തിരിച്ചു. അപ്പോൾ വീണ്ടും ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് അവൾ അങ്ങോട്ട് തിരിച്ചു. അപ്പൻ ആ പടം മാറ്റി വെച്ചു. അപ്പന് തൻ്റെ വീട്ടിൽ വെച്ച് ഇത് പലപ്പോഴും എങ്ങനെയൊക്കെ അനുഭവമായിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ അത് കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു രംഗം കാണുക. കണ്ണടച്ച് ഒരു ബോധമില്ലാതെ കിടക്കുന്ന ഒരു വ്യക്തി തൻ്റെ പക്കലേക്ക് അടുത്ത് കൊണ്ടുവരുന്ന ഒരു ചിത്രത്തെ സ്വീകരിക്കാൻ മനസ്സാകാതെ കണ്ട് തുറക്കാതെ തന്നെ തല വെട്ടിക്കുന്നു. അത് ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ആവർത്തിച്ച് ബോധ്യപ്പെട്ടു. ഈ പടം അങ്ങ് മാറ്റി വെച്ചിട്ട് അപ്പൻ അപ്പുറത്തുനിന്ന് ഏതൊരു പത്രം ഏതാണ്ട് കിടന്നിരുന്ന് എടുത്തിട്ട് ഇവളുടെ മുഖത്തോട്ട് ഞാൻ കൊണ്ടുവരികയാണ്. അത് കൊണ്ടുവന്നപ്പോൾ അവൾ മുഖം മാറ്റിയില്ല. അവളുടെ മുഖത്തോട്ട് ആ പുസ്തകം അങ്ങ് വെച്ചു. അതവിടെ ഇരുന്നു. ഈ കാഴ്ച എനിക്കൊരു പുതിയ ഒരു അറിവ് പകരുന്ന ഒരു കാര്യമായിരുന്നു. ആ ഒരു ഫ്രെയിമിലുള്ള മാതാവിൻ്റെ ചിത്രം, അതിൽ മാതാവിൻ്റെ ഒരു സാന്നിധ്യമോ ശക്തിയോ അതിലൂടെ പ്രസരിക്കുന്നുണ്ട്. ആ സാന്നിധ്യത്തെ നമുക്ക് സാധാരണ തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷേ പൈശാചിക അരൂപിക്ക് ഇവിടെയുള്ളത് അത് തിരിച്ചറിയാൻ പറ്റുകയാണ്. നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്, ഈശോ തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുമ്പം അപ്പസ്വരന്മാരെയൊക്കെ വിളിച്ചു. ഈശോ ആരാണെന്ന് അപ്പസ്വരന്മാർക്ക് ആദ്യ നാളുകളിൽ അറിയത്തില്ല. വള്ളത്തെ പോകുമ്പം കൊടുങ്കാറ്റുണ്ടായി, വള്ളം മുങ്ങുന്ന അവസ്ഥ വരുന്നു. അവർ ഉറങ്ങുന്ന ഈശോയെ വിളിച്ചേൽപ്പിക്കുന്നു. മർക്കോസ് 5:4 അവസരം നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോ കാറ്റിനെ ശാസിക്കുന്നു, കടൽ ശാന്തമായി. അപ്പോൾ അവർ പറയുകയാണ്, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ല. അപ്പോൾ ഇവൻ ആരാണെന്നുള്ളത് അവർക്ക് അറിയത്തില്ല. ആ കാര്യം സുവിശേഷന്മാർ അടിവരയിട്ട് പറയുന്നുണ്ട് ആദ്യം മുതലേ. അവസാനം ഈശോ കുരിശ് മരിക്കുമ്പം റോമാക്കാരൻ ശതാധിപനാണ് വിളിച്ചു വരും, ഇവൻ സത്യമായ ദൈവപുത്രനായിരുന്നു. അപ്പം അങ്ങനെയുള്ള വെളിപ്പെടലൊക്കെ അവസാനത്തേക്കാണ് തിരിച്ചു വരുന്നത്. അല്ലെ കസ്രേ പെരുപ്പീർ വെച്ച് പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പറയുന്നുണ്ട്, നീ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. അപ്പോൾ അതിന് മുമ്പൊക്കെയുള്ള കാലഘട്ടങ്ങളിൽ അപ്പസ്വരന്മാർ ഈശോയോട് നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് മറ്റു പല ആകർഷണം കൊണ്ടും താല്പര്യം കൊണ്ടും ഈശോയോടൊക്കെയുള്ളൊരു അടുപ്പം കൊണ്ടും ഒരു ബഹുമാനം കൊണ്ടും പ്രവാചകൻ അങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ മർക്കോസിൻ്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോയെ കാണുമ്പോൾ പിശാചുക്കൾ അലറി വിളിച്ച് പറയുന്നുണ്ട്, നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. മർക്കോസിന് ശേഷം 1-ാം അധ്യായത്തിൽ 24-ാം വാക്യം, നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. അപ്പോൾ ഈശോയെ നേരിട്ട് കണ്ണുകൊണ്ട് കാണുന്ന, ചെവി കൊണ്ട് അവിടുത്തെ വാക്കുകൾ കേൾക്കുന്ന ആൾക്കാർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത കാര്യം ഈ പൈശാചിക അരൂപികൾ അറിഞ്ഞ് അസ്വസ്ഥപ്പെടുന്നു, പ്രതികരിക്കുന്നു. അത് തന്നെ 34-ാം വാക്യത്തിലും അനേകം പിശാചുക്കളെ അവൻ പുറത്താക്കി, പിശാചുക്കൾ തന്നെ അറിഞ്ഞിരുന്ന കൊണ്ട് സംസാരിക്കാൻ അവൻ അനുവദിച്ചില്ല. വീണ്ടും 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് 11-ാം വാക്യം, അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുമ്പിൽ വീണ് നീ ദൈവത്തിനാണെന്ന് വിളിച്ചു പറഞ്ഞു, തന്നെ വെളിപ്പെടുത്തരുന്ന് അവൻ അവയ്ക്ക് കർശനമായി താക്കീത് നൽകി. അപ്പോൾ മനുഷ്യർക്ക് പിടികിട്ടാതിരുന്ന കാര്യങ്ങൾ ഈ പൈശാചിക അരൂപികൾ മനസ്സിലാക്കിയെടുത്ത് ഇങ്ങനെ പ്രതികരിക്കുന്നതായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നു. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്, മാതാവിൻ്റെ ഈ ചിത്രം ഈ പൈശാചികമായ സ്വാധീനത്തിൽപ്പെട്ട് ബോധമില്ലാതെ, മാനുഷിക ബോധമില്ലാതെ കിടക്കുന്ന ഈ പെൺകുട്ടിയുടെ പക്കരിക്ക് ചിത്രം കൊണ്ടുവന്നപ്പോൾ
ആ ചിത്രത്തിലൂടെ പ്രസരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ദൈവിക സാന്നിധ്യവും ശക്തിയും ഈ പിശാചുക്കൾ തിരിച്ചറിയുകയാണ്, അസ്വസ്ഥപ്പെടുകയാണ്, അവർ ആ അസ്വസ്ഥ പ്രകടിപ്പിക്കുകയാണ്. അപ്പം ഇതിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഒരു വിശുദ്ധ ചിത്രം എന്ന് പറയുന്നത് വെറും ഒരു ചിത്രം മാത്രമല്ല, അതിലൂടെ ആ വിശുദ്ധമായ കാര്യങ്ങളുടെ ഒരു സാന്നിധ്യവും ശക്തിയും അവിടേക്ക് വരുന്നുണ്ട്. ഈ സഹോദരിയുടെ തന്നെ പ്രാർത്ഥനയിൽ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഞാൻ ഉണ്ടായ മറ്റൊരു ചെറിയ അനുഭവം, ഒരു ദിവസം പ്രാർത്ഥിച്ചെങ്ങനെ ആയിരിക്കുമ്പോൾ ഈ പെൺകുട്ടി വല്ലാണ്ട് വയലൻ്റായിട്ട് ബഹളം വെക്കുന്നു. അപ്പോൾ ഒരു 7-8 പേരുണ്ട് അവിടെ പിടിച്ച് ബലമായിട്ട് നിലത്ത് കിടത്തി ചുറ്റുമിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പല വിശുദ്ധരുടെയും ഒക്കെ മാധ്യസ്ഥം ചോദിച്ചുകൊണ്ട് മാറി മാറി ഇങ്ങനെ ശുശ്രൂഷകൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇവൾ വയലൻ്റായിട്ട് ബഹളം വെച്ചിരിക്കുന്നതിനകത്തൊരു മാറ്റമൊന്നുമില്ല, തുടരുകയാണ്. അപ്പം അന്ന് വിശുദ്ധ ഗീവർഗീസിൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് അവളിൽ ഒരു ഞടുക്കം വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഗീവർഗീസിൻ്റെ മാധ്യസ്ഥം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ, ഇടപെട്ടാൽ ഈ വെളിപ്പെട്ടിരിക്കുന്ന പൈശാചികാരി ഇറങ്ങിപ്പോകാനായിട്ട് എളുപ്പമാകും. ഞാൻ വിശുദ്ധൻ്റെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന എടുത്ത് അത് ചൊല്ലി പ്രാർത്ഥിച്ചു. അതോടെ ആ പെൺകുട്ടിയുടെ ആ വിശുദ്ധി വിട്ടുപോയി. ഇത് ഞാൻ പല അവസരങ്ങളിൽ പല ദിവസങ്ങളിൽ ഈ പെൺകുട്ടി പ്രാർത്ഥന തുടരുമ്പോൾ ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥ ശക്തി ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ വിശുദ്ധൻ്റെ ഒരു സാമാന്യം വലുപ്പമുള്ള ഒരു ഫ്രെയിം, ഒരു ചിത്രം അരുവിത്ര പള്ളിയിൽ ചെന്ന് അവിടുന്ന് വാങ്ങിച്ചു. അരുവിത്ര വില്ലിച്ചൻ്റെ ഒരു പടം അത് വാങ്ങിച്ച് വെഞ്ചരിച്ച് അതുമായിട്ട് വന്ന് അടുത്ത ദിവസം പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ഞാൻ ഈ പടവുമായിട്ട് ഇവിടെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വയലൻ്റായിട്ട് ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നു, പ്രാർത്ഥന ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങുന്നു. പൈശാചര്യവിന് വെളിപ്പെട്ടായിരിക്കുമ്പോൾ ഈ ചിത്രമെടുത്ത് ഞാൻ അവളുടെ മുഖത്തിന് മുകളിൽ ഇങ്ങനെ, അവൾ കിടക്കുകയാണ്, മുഖത്തിന് മുകളിൽ ഇങ്ങനെ ഈ ചിത്രം ഞാൻ പിടിച്ചു. സാമാന്യം വലുപ്പമുള്ള ചിത്രമാണ്, ഫ്രെയിം. അപ്പോൾ ഇത് കണ്ടിട്ട് അവൾ ഇങ്ങനെ ബഹളം വെക്കുന്നു, കാർക്കിച്ച് തുപ്പാൻ നോക്കുന്നു. അതുകൊണ്ട് സാധാരണ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പം തോർത്ത് കൊണ്ടുള്ള ഷാള് കൊണ്ട് വായൊക്കെ മൂടി കെട്ടി വെക്കും, ഇങ്ങനെ തുപ്പി ഒക്കെയുള്ള പെരുമാറ്റത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ നേരം ഇങ്ങനെ ഈ ചിത്രം മൂളി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ഇവൾ വയലൻ്റായിട്ട് ഇങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കൈ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഈ ചിത്രം അവളുടെ മുഖത്തോട്ടങ്ങ് വെച്ചു. എന്നിട്ടത് മാറിപ്പോകാതെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു. അവിടെ ഇരിക്കട്ടെന്ന് വെച്ച് കൈ കഴിക്കുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഇവിടെ കിടന്ന് വല്ലാണ്ട് പൊളഞ്ഞ് ഇങ്ങനെ ബഹളം വെക്കുകയാണ്. ശക്തമായിട്ട് ഞങ്ങൾ വിരിച്ചിട്ടുള്ള പ്രത്യേക മത്സ്യപ്രാർത്ഥന ചൊല്ലി അങ്ങനെ പ്രാർത്ഥിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ശാന്തമാകുമ്പോൾ ചിലപ്പോഴത് ഈ അരുവി ഇറങ്ങിപ്പോയതായിരിക്കാം, ചിലപ്പോൾ ഈ പൈശാചി അരുവി ഉള്ളിലേക്ക് വലിഞ്ഞതായിരിക്കാം, ചിലപ്പോൾ ഈ പൈശാചി അരുവിയുടെ കെണിയായിരിക്കും ഈ പ്രാർത്ഥനയെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട്. കെണി ആദ്യമൊക്കെ അങ്ങനെ സംഭവിക്കുമ്പോൾ ഒതുങ്ങുമ്പം ഞങ്ങൾ കൈ വിട്ടിട്ട് പ്രാർത്ഥന നിർത്തി ഫ്രീ ആയെന്ന് ഓർത്തുകൊണ്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പം ഈ വ്യക്തി പെടച്ചെണീറ്റ് ചീത്തയും വിളിച്ച് തെറിയും തൊഴിയും ഇടിയും എല്ലാം കൊടുത്ത് ഇറങ്ങി ഓടുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒതുങ്ങിയാലും പിടിപിടിയാൽ പ്രാർത്ഥന നിർത്തുകയില്ല. പിന്നീട് അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥന തുറന്നുകൊണ്ടേ ഇരുന്നെങ്കിൽ ഈ ശാന്തമായതുകൊണ്ട് ഞാൻ എന്താ സംഭവിക്കുന്ന അറിയാൻ വേണ്ടി ഒന്ന് കുനിഞ്ഞ് ഈ പെൺകുട്ടിയുടെ മുഖം കാണാനായിട്ട് ഈ ഫ്രെയിമിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ തലതിരിച്ച് നോക്കുകയാണ്. നോക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച അവിശ്വസനീയമായ ഒരു കാഴ്ചയാണ്. ഈ പ്രാർത്ഥനയുടെ ഇടയിൽ ഇവരുടെ ഈ ബഹളത്തിൻ്റെ ഫലമായിട്ട് ഈ ഫ്രെയിം അവിടെ മുഖത്ത് വെച്ചിരുന്നത് കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ നിരങ്ങി പോകാനിട വന്നു. മുകളിലേക്ക് നിരങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ അവളുടെ അധരങ്ങളിലേക്ക് മുട്ടത്തക്ക രീതിയിൽ ഈ വല്യച്ഛൻ്റെ കുതിരയുടെ കീഴിൽ കിടക്കുന്ന സർപ്പത്തിൻ്റെ ചിത്രഭാഗം വന്നിരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ കാണുന്ന ആ ചിത്രത്തെ മുത്തിക്കൊണ്ട് ഇവളിങ്ങനെ സ്വസ്ഥമായിട്ട് കിടക്കുന്നു. എനിക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഞാൻ ആ പടം താഴേക്ക് നിരക്കി ഇറക്കിയപ്പോൾ അവൾ ഇങ്ങനെ ചൂണ്ടി താഴേക്ക് കൊണ്ടുവരികയാണ്. അത് വിട്ടുപോയപ്പോഴേക്കും അവൾ ബഹളം വെക്കാൻ തുടങ്ങി. ഇവിടെ ഞാൻ തിരിച്ചു കൊണ്ടുവന്ന് കയറ്റി കൊടുത്തു, ശാന്തമായി. ഏതാനും പ്രാവശ്യം ഞാനിത് വെരിഫൈ ചെയ്തിട്ട് ഞാൻ പ്രാർത്ഥനയിലോ സഹായിക്കുന്ന അടുത്തുള്ളവർ ഞാൻ ഇത് കാണിച്ചു കൊടുത്തു. പിന്നീട് മറ്റു പല അവസരത്തിലും ഇത് ഞാൻ ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് പിന്നീട് ഞാൻ പ്രാർത്ഥിക്കാൻ എടുക്കുമ്പോൾ ഈ ചിത്രത്തിൻ്റെ അടിയിലെ ആ സർപ്പത്തിൻ്റെ ഭാഗം ഒരു പേപ്പർ കൊണ്ട് മറച്ച് വെച്ചിട്ട് ഈ ചിത്രം പ്രാർത്ഥിക്കാൻ എടുക്കുമായിരുന്നു. മറച്ച് വെച്ചിട്ട് എടുത്താൽ അത് പൈശാചി അരൂപിക്കാൻ അപ്പുറം കാണാൻ വരുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവൊന്നും പറയാനില്ല. പക്ഷേ ഇങ്ങനെ മറച്ച് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ എടുക്കുമ്പം അതിൻ്റെ സ്വാധീനം കുറയുന്നതായിട്ട് അല്ലെങ്കിൽ ഒഴിവാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധ ഗീവർഗീസിൻ്റെ ചിത്രത്തിൻ്റെ സാന്നിധ്യം പോലും അവളുടെ പൈശാചി സഹികെടുത്തുന്നു. അതേസമയം അതിൻ്റെ താഴെയുള്ള സർപ്പത്തിൻ്റെ സാന്നിധ്യം അവൾ ആവേശത്തോടെ ഇങ്ങനെ എടുക്കുന്നതായിട്ട് മാറ്റിപ്പിടിക്കുമ്പോൾ ഇങ്ങനെ ഫ്ലൈയിങ് കിസ് പോലും കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കുറേ അനുഭവങ്ങൾ ഇവിടെ കടന്നു വന്നപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു.
നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ചിത്രത്തിനും അതിൻ്റേതായ സ്വാധീനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓരോ ചിത്രത്തിനും അത് വിശുദ്ധ ചിത്രങ്ങളാണെങ്കിൽ വിശുദ്ധമായൊരു അന്തരീക്ഷ സാന്നിധ്യവും ആ മുറിയിൽ ആ പരിസരത്തുണ്ടാകും. ഒരു അഴുക്കിൻ്റെ തിന്മയുടെ അടയാളങ്ങളാണെങ്കിൽ മക്കബായർ 12 പറയുന്ന പോലെ യാമ്നാലെ വിഗ്രഹത്തിൻ്റെ ചിഹ്നം ആലേഖനം ചെയ്ത് തകിട് അത് ധരിച്ചപ്പോൾ അവർക്ക് സംരക്ഷണം കിട്ടാതെ മരിച്ചു വീണു ഇത്തതിന് പോയ ആൾക്കാർ. അപ്പോൾ ആ ഒരു വിഗ്രഹത്തിലൂടെ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തിയുടെ അവസ്ഥയിലേക്ക് അവർ പോകാൻ ഇടവരികയാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ വിചിന്തനത്തിൽ കണ്ടു, ജ്ഞാനത്തിൻ്റെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ അഹറോൻ തന്നെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ ആലേഖനം ചെയ്തിരുന്നതായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ മഹത്വവും പിതാക്കന്മാരുടെ മഹിമകളും ലോകത്തിലെ ദൈവിക ചൈതന്യം പ്രസരിപ്പിക്കുന്ന മനോഹരമായ പുഷ്പങ്ങളും അല്ലെങ്കിൽ ഈന്തപ്പനകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യഹൂദർ ആലേഖനം ചെയ്തിരുന്നു. അങ്ങനെയുള്ള തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ട് അദ്ദേഹം ഇറങ്ങിയപ്പോൾ സോളമൻ എഴുതിയിരിക്കുകയാണ്, ദൈവസ്ഥലമാർ നിറഞ്ഞ് വിനാശകൻ ഇത് കണ്ട് ഭയന്ന് പിൻവാങ്ങി. ഇന്നും സഭയിൽ ഒരു ആത്മീയ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഒരു തിരുവസ്ത്രം അണിയുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലും കൂടിയാണ്. ഈ തിരുവസ്ത്രത്തിൽ കാണിക്കുന്നതായ വിശുദ്ധ അടയാളങ്ങൾ അതിൻ്റെതായ പവറുണ്ട്. ഇങ്ങനത്തെ അടയാളങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ പോലും കുരിശൻ്റെ അടയാളമെങ്കിലും ഒരു വിശുദ്ധ വസ്ത്രത്തിൽ വെച്ചിരിക്കും. സഭയുടെ നാമത്തിൽ ഔദ്യോഗികമായിട്ട് ശുശ്രൂഷ ഒരു വ്യക്തി, ഒരു വൈദികൻ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു സ്റ്റോള് ഉപയോഗിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ അതൊരു സംരക്ഷണമായിട്ടും കൂടിയാണ്, വെറും ഒരു ഔപചാരികത മാത്രമല്ല. അപ്പോൾ നമ്മുടെ ഭവനങ്ങളിലൊക്കെ വിശുദ്ധമായ ചിത്രങ്ങൾ, വിശുദ്ധ അമ്മയുടെ വിപ്രാസ്യാമ്മയുടെ നമ്മൾ കണ്ട അനുഭവം കഥകൻ്റെ മേൽ പതിച്ചു കഴിഞ്ഞപ്പോൾ പിശാചുകൾ തൊടാതെ മാറി നിൽക്കുന്നു, ആണി തറച്ചവർ തൊടാൻ മേലാത്ത അനുഭവം. നമ്മുടെ ഭവനങ്ങളിൽ വിശുദ്ധമായ ചിത്രങ്ങൾ, സ്നേഹമുള്ളവരെ, വിശുദ്ധ അടയാളങ്ങൾ എല്ലാ മുറിയിലും ഉണ്ടായിരിക്കട്ടെ. ഒപ്പം വിശുദ്ധമല്ലാത്ത ഒന്നും നമ്മുടെ വീട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ. ക്രൂരതയും പൈശാചികതയും ഒക്കെ ദ്യോതിപ്പിക്കുന്ന ചിത്രങ്ങളും കൗതുക വസ്തുക്കളും കളിക്കോപ്പുകളും കളിപ്പാട്ടങ്ങളും ഒക്കെ നമുക്കത് വീട്ടിൽ വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വിശുദ്ധമായ എന്തുമാത്രം കാര്യങ്ങളുണ്ട്. ഒരു പള്ളിക്കകത്ത് വിശുദ്ധമായ മധുബഹയിൽ എന്തുമാത്രം വിശുദ്ധ അടയാളങ്ങളാണ്. നമ്മുടെ ഓരോ വീടും ഒരു ഗാർഹിക ദേവാലയമായിട്ട് മാറട്ടെ. അങ്ങനെ ദൈവികമായ സാന്നിധ്യവും ശക്തിയും നിറഞ്ഞു നിൽക്കുന്ന ഇടങ്ങളായിട്ട് നമ്മുടെ ഭവനങ്ങൾ മാറ്റിയെടുക്കുവാനായുള്ള ജാഗ്രത നമുക്കെടുക്കാം. നമുക്ക് തിരുസന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ, പ്രത്യേകിച്ചും സോളമൻ അങ്ങ് കൊടുത്ത ദൈവിക ജ്ഞാനത്തിൽ അദ്ദേഹം പങ്കുവെച്ച അഹറോൻ്റെ ശുശ്രൂഷയെ പറ്റിയുള്ള പരാമർശങ്ങളുടെ വെളിച്ചത്തിൽ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപ്പെട്ട വിശുദ്ധ എഫ്രാസ്യാമ്മ തൻ്റെ ആത്മീയ പോരാട്ടത്തിൽ അങ്ങയുടെ പ്രിയപ്പെട്ട അമ്മയായ വിശുദ്ധ മറിയത്തിൻ്റെ ചിത്രം വിജയകരമായി ഉപയോഗിച്ചതിനെക്കുറിച്ച് തൻ്റെ കത്തിൽ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു. ഞങ്ങളുടെ എളിയ ആത്മീയ ശുശ്രൂഷകളിൽ വിശുദ്ധമായ അടയാളങ്ങൾ, ഗീവർഗീസിൻ്റെ ചിത്രവും അമ്മയുടെ ചിത്രവും ഒക്കെ എന്തുമാത്രം ഫലപ്രദമാണ് ഞങ്ങൾ കണ്ടു. ഒപ്പം പൈശാചികമായ അടയാളങ്ങൾ തിന്മയെ എന്തുമാത്രം ആകർഷിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിയുന്നു. വിനാശകൻ വിശുദ്ധമായ അടയാളങ്ങൾ കണ്ട് ഭയന്ന് പിൻവാങ്ങുന്നത് കർത്താവായ ഈശോയെ ഞങ്ങൾ നന്ദിയോടെ ആ വെളിച്ചം ഉൾക്കൊള്ളുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും ഭവനങ്ങളെയും എല്ലാം വിശുദ്ധമായ അടയാളങ്ങളാൽ, വിശുദ്ധമായ സാന്നിധ്യങ്ങളാൽ സംരക്ഷിതമാക്കാനുള്ള കരുത്തും ബോധ്യവും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ ഈശോയെ, പൈസ കത്തോലിക്കാ സഭയിൽ എളിയ ദാസനും കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ച് പാലാ രൂപതയുടെ വാഗമൺ മൗണ്ടനുമ്പ ധ്യാനകേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും അങ്ങയുടെ വചനത്തിന് കാതോർത്ത് വിശ്വാസത്തോടെ ശിശുഭാവത്തോടെ പങ്കുവയ്ക്കപ്പെട്ട വചനങ്ങളെ സ്വീകരിച്ച് ആ വചന വെളിച്ചത്ത് ജീവിതത്തിലേക്ക് ആവശ്യമായ തിരുത്തലും മാറ്റം എടുക്കാനുള്ള തീരുമാനവും ഉറപ്പുമായിട്ട് ആഗ്രഹത്തോടെ ആയിരിക്കുന്ന ഈ മക്കളുടെ മേൽ അങ്ങയുടെ നാമത്തിൽ കരമുയർത്തി ദാസൻ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവും സഹവാസവും സംരക്ഷണവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.